ആത്മവിശ്വാസമായി കണ്ട ദക്ഷിണേന്ത്യൻ നർത്തകി, ശാസ്ത്രീയ നൃത്തത്തിൽ വഴിമാറി നടന്ന കലാകാരി രാജശ്രീ വാര്യരാണ് ഇന്ന് പെൻഡ്രൈവിലെ അതിഥി. ശരിയെന്ന് സ്വയം തോന്നിയ വഴിയിൽ ജീവിതത്തെ ഉടയ്ക്കുകയും ചിലപ്പോഴൊക്കെ വാർക്കുകയും ചെയ്ത രാജശ്രീ വാര്യർ നൃത്തത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പെൻഡ്രൈവിനോട് സംസാരിക്കുന്നു. മാന്യപ്രേക്ഷകർക്ക് പെൻഡ്രൈവിലേക്ക് സ്വാഗതം. കല്ലു വീണു നീല നിറമോലും നല്ല കല്ലു വീണു നല്ല വൈരിപ്പേരോലുന്ന കല്ലു വേണമോ. കല്ലു വീണു നീല നിറമോലും നല്ല കല്ലു വീണു നല്ല വൈരിപ്പേരോലുന്ന കല്ലു വേണമോ. പെൻഡ്രൈവിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നൃത്തത്തിലേക്ക് കടന്നു വന്നത്? വളരെ ചെറുപ്പത്തിലെ കേരള നടനം ആണ് തെക്കൻ കേരളത്തിൽ അന്ന് കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന അതാണ്. അത് പഠിച്ചു തുടങ്ങി. പിന്നെ ഒരു 10 വയസ്സായി ഭരതനാട്യം പഠിച്ചു തുടങ്ങിയപ്പോൾ. അത് ഗുരു വി മൈഥിലി അവരുടെ അടുത്തായിരുന്നു ഒരു 18 വർഷത്തോളം ഞാൻ പഠിച്ചത്. അതിനുശേഷം പിന്നെ ചെന്നൈയിലെ ജയന്തി സുബ്രഹ്മണ്യം. പക്ഷെ എനിക്ക് എൻ്റെ മൈഥിലി ടീച്ചർ തന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ശിക്ഷണവുമാണ് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തനിയെ വർക്ക് ചെയ്യാനും ഉള്ളൊരു വിവേകം ഉണ്ടാക്കി തന്നത്. നൃത്തത്തിൽ പുതിയ വ്യാകരണങ്ങൾ അല്ലെങ്കിൽ പുതുമയാണ് രാജശ്രീ വാര്യരുടെ പ്രത്യേകത. എങ്ങനെയാണ് അത് വീണ്ടെടുത്തത്? നമ്മളെ കണ്ടെത്തലാണ്. ആർട്ട് വഴി ശരിക്കും സംഭവിക്കുന്ന അതാണ്. ആർട്ട് ഒരു ഡിസിപ്ലിനാണ്. അത് നമ്മൾ പരിശീലിക്കുന്നു. നമ്മുടെ ചിന്തകളെയൊക്കെ ക്രോഡീകരിക്കാനും ആ ചിന്തകളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആർട്ടിലൂടെയാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ അനുഭവിക്കുന്നതും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള മാധ്യമമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൃത്തം അല്ലെങ്കിൽ ഭരതനാട്യ അവതരണങ്ങൾ. പത്മ സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ ചിത്രാ വിശ്വേശ്വരൻ, ഇങ്ങനെയുള്ള വലിയ ഒരു തലമുറയുണ്ട്. അവരൊക്കെ ഭരതനാട്യത്തിൽ നൂതനമായ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ രീതികൾ കൊണ്ടുവന്നവരാണ്. അവർക്ക് ഒരു പിന്തുടർച്ചക്കാർ ഉണ്ടാവേണ്ടതുണ്ട്. അവരുടെ ചിന്തകൾ അത്രയും സ്വതന്ത്രമായിരുന്നു. ആ ചിന്തകളെ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അതിനെ അവതരിപ്പിക്കാനുള്ള ശക്തമായൊരു മാധ്യമം അവരുടെ കയ്യിലുണ്ടായിരുന്നു, അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. പ്രകടിപ്പിക്കാനുള്ള ആത്മധൈര്യമുണ്ട്. അതേ രീതിയിൽ വരുന്ന പുതുതലമുറക്കാരുണ്ട്. അവർക്ക് പിന്നാലെ വന്നിട്ടുള്ളവരുണ്ട്. മാളവിക, സരൂക്കായി, അലർമേൽ വള്ളി, അവരെല്ലാം അവരുടെ സ്പേസ് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ കഴിഞ്ഞും വരുന്ന ആൾക്കാർ അവരുടെ സ്പേസ് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ എന്താണ് പത്മ സുബ്രഹ്മണ്യവും ചിത്രാ വിശ്വേശ്വരനും ഒക്കെ ചെയ്തത്? പ്രധാന കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ പുതിയത് എന്തെങ്കിലും പറയാനുള്ളത്, കൃഷ്ണനെക്കുറിച്ചോ ശിവനെക്കുറിച്ചോ നടരാജനെക്കുറിച്ചോ മുരുകനെക്കുറിച്ചോ പറയുകയും അല്ലെങ്കിൽ നായിക ഭക്തി മാത്രം മനസ്സിലുള്ള നായികയെ അവതരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ട് ഈ നായിക എന്ന് പറയുന്നത് ഒരു മനുഷ്യജന്മമാണെന്നും ഈ മനുഷ്യന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്നും മനുഷ്യന് പല അവസ്ഥകളുണ്ടെന്നും ഭാവഭേദങ്ങളുണ്ടെന്നും ആ ഭേദങ്ങളെയൊക്കെ പറയാൻ എനിക്ക് ധൈര്യമുണ്ടെന്നും ഉച്ചത്തിൽ അവനവൻ്റെ കലയിലൂടെ പ്രഖ്യാപിച്ചവരാണവർ. ആ കാലഘട്ടത്തിൽ ദേ വേർ റെവല്യൂഷണറീസ്. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ്. അവരെന്നും അവരെ പുതിയതായി എന്തെങ്കിലും കണ്ടെത്തുന്നു. അവരെ തന്നെ അവരുടെ ആർട്ടിനെയും അവർ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ വഴികൾ പലത് ഉണ്ടാകുക എന്നുള്ളത് കലയുടെ സ്വഭാവമാണ്. അവിടെ ഇന്ന ആളുടെ നൃത്തമാണോ മറ്റേ ആളുടെ ആണോ നല്ലത് എന്നൊരു താരതമ്യമില്ല. എല്ലാത്തിലെയും നല്ലതിനെ നമുക്ക് സ്വാംശീകരിക്കാം. അത് നമ്മുടെ അനുഭവ സമ്പത്താക്കാം. അത് നമുക്ക് അടുത്ത എന്തെങ്കിലും നമുക്ക് പറയാനുള്ള ഊർജ്ജമാക്കി മാറ്റാം. ശിപ്പിക്കകത്ത് മുത്തിരിക്കുന്നത് പോലെ തപസ്യയാകണം നൃത്താഭ്യസനം. 10-12 വർഷം ആരും കാണാതെ നൃത്തപഠനം നടത്തിയതിനു ശേഷമേ പുറത്തു വരാവൂ.
ഇന്നത്തെ കുട്ടികൾക്ക് വേദി എന്നതിനപ്പുറം കലയെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു വെക്കുന്നു ഈ മുതിർന്ന നർത്തകി. കുട്ടികൃഷ്ണമാരാരൊക്കെ പറയുന്ന പോലെ കല ജീവിതം തന്നെ. ഇത് രണ്ടും രണ്ടല്ല, ഇത് ജീവിതമാണ്. നമ്മളൊരു മനുഷ്യജീവിയായി, ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ജീവിച്ചാലേ നമുക്ക് സ്ത്രീയുടെ അനുഭവങ്ങളുള്ളൂ അല്ലേ? അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ ഒരു കലാകാരിയിലും ആ പക്വത വരുന്നു. അങ്ങനെ ജീവിക്കാൻ നമുക്ക് പുതിയ തലമുറയ്ക്ക് പറ്റുന്നുണ്ടോ? പറ്റില്ല എന്നങ്ങ് അടക്കം പറയാനൊന്നും പറ്റില്ല. നമുക്ക് വേറെ കാഴ്ചപ്പാടുകളുള്ള തുറന്ന മനസ്സുള്ളവരുണ്ട്, കഴിഞ്ഞു പോയതിനെ ബഹുമാനത്തോടെ കാണുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാണ് കല എന്നുള്ളത് നമ്മൾ അറിയണം. വേദിയിലെ അവതരണം, പ്രശസ്തി, പെട്ടെന്ന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ്, ഇതൊന്നുമല്ല. പെർഫോമിംഗ് ആർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വി ആർ നോട്ട് പെർഫോമേഴ്സ് ഓൾ ദ ടൈം. ബേസിക്കലി പെർഫോമറും ആർട്ടിസ്റ്റും രണ്ടാണ്. നമുക്ക് നല്ല പെർഫോമർ ആവാൻ പറ്റും. നല്ല ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ വേറെയും കുറേ കാര്യങ്ങൾ വേണം. ജീവിതത്തെ നമ്മൾ കാണുന്നതാണ് നമ്മൾ കലയിൽ സ്വാംശീകരിക്കുന്നത്. അതാണ് നമ്മുടെ കലാ അവതരണങ്ങളായിട്ട് മാറുന്നത്. വായന. നൃത്തം പഠിക്കുന്നവരെന്തിനാണ് വായിക്കുന്നത് എന്ന് ചോദിക്കും. വായിക്കണ്ടേ? വാക്കുകൾ വേണ്ടേ? ഈ വാക്കുകളാണ് നമ്മുടെ കൂട്ട്. ഈ വാക്കിനെയാണ് നമ്മുടെ നൃത്തത്തിൻ്റെ ഭാഷയിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഒരു ചിന്തയെ വാക്കുകൾ എന്തിനാണ്? സാഹിത്യം നമ്മൾ വായിക്കുന്നത് ഇന്ന സാഹിത്യകാരൻ്റെ കൃതി വായിച്ചു എന്ന് പറയാനല്ല. നമുക്ക് അറിയാതെ തന്നെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ പല തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സെത്താൻ നമ്മൾ ശീലിക്കും. വാക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരവസ്ഥയാണ്. അപ്പോൾ അവസ്ഥകളുടെ പല തലങ്ങളും നമ്മളെ ബാധിച്ചു തുടങ്ങും. നമ്മൾ അങ്ങനെ കണ്ടു തുടങ്ങും ജീവിതത്തിനെ, അങ്ങനെ ഒബ്സർവ് ചെയ്തു തുടങ്ങും. ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിന് അല്ലേ? അപ്പോൾ വായന വേണം. വായനയിലൂടെ നമ്മൾ സങ്കല്പിക്കും. അവിടെ നമുക്ക് നമ്മുടെ മുന്നിൽ വരച്ച് വെച്ച ഒന്നുമില്ല. നമ്മൾ വായിക്കുന്ന ഒരു കഥാപാത്രത്തിന് മുഖം നമ്മൾ കൽപ്പിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ സങ്കല്പവും നമ്മുടെ ഭാവന വളരുന്നില്ലേ, വികസിക്കുന്നില്ലേ? പിന്നെ ആസ്വാദനക്ഷമത, അത് വളരെ പ്രധാനമാണ്. അതാണ് ആർട്ടിസ്റ്റും പെർഫോമറും തമ്മിലുള്ള വേറൊരു വ്യത്യാസം. ഒരു പെർഫോമറിന് മറ്റൊന്ന് മനോഹരമായ ഒന്നിനെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, ഒരു ആർട്ടിസ്റ്റിന് പറ്റും. കാരണം അയാളെ അടിസ്ഥാനപരമായി സ്വാധീനിക്കുന്നത് കല തന്നെയാണ്. അതിലെ എനിക്കത് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വികാരമല്ല. ഒരു ഉത്തമമായ ഒരു കലാസൃഷ്ടി കണ്ട ആഹാ എന്ന് പറഞ്ഞ് മനസ്സിനെ ആ നൃത്തം അവതരിപ്പിച്ച ആളുടെ അതേ സന്തോഷം ഉള്ളിൽ എടുക്കാൻ പറ്റണം. അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ. ആർട്ടിസ്റ്റും അവിടെ സംഭവിക്കുന്നു. അപ്പോൾ പെർഫോമൻസ് ഇസ് നോട്ട് ആർട്ട്. പെർഫോമറും ആർട്ടിസ്റ്റും ഈ രണ്ട് തലത്തിൽ ഇതിനെ കാണാൻ പറ്റണം പുതിയ തലമുറയ്ക്ക്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുമ്പോഴാണ് ശാസ്ത്രീയ കല ക്ലാസിക് ആവുന്നത്. അറിവും അതീന്ദ്രതയും ഒരുമിച്ച് സംഭവിക്കണമെന്നില്ല. അനുകരണമല്ല, പുതിയ സൃഷ്ടികളാണ് ഉണ്ടാവേണ്ടതെന്ന് ഈ നർത്തകി പറഞ്ഞു വെക്കുന്നു. ലങ്കാലക്ഷ്മിയുടെ ഒരു ആശയം രാവണനെ, അതുപോലെ തന്നെ മണ്ഡോദരിയും രാവണനും തമ്മിലുള്ള ബന്ധത്തെ, അതിനെക്കുറിച്ചൊക്കെയാണ് അതിൽ വിശദമായി പറഞ്ഞത്. അത് ചെയ്യുമ്പോഴുണ്ടായ ഒരു വെല്ലുവിളി ഒന്ന് പ്രധാന അതിലെ കഥാപാത്രം രാവണനാണ് എന്നുള്ളതാണ്. അപ്പം രാവണൻ ഒരു സ്ത്രീ, നമുക്ക് പല രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാം. ആഹാര്യത്തിൽ, അതായത് നമ്മുടെ വേഷഭൂഷാദികളിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് നമ്മളിലെ ആ ഒരു പുരുഷൻ എന്നുള്ള ഒരു അവതരണത്തിന് കുറച്ചും കൂടെ ഒറ്റയടിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. പക്ഷെ കൂടുതൽ ചലഞ്ച് നമ്മളിതിലെ ആഹാര്യത്തിന് ഒരു മാറ്റവും വരുത്താതെ പ്രകടമായ ഒരു കിരീടം വയ്ക്കുകയോ അങ്ങനെ ഒന്നും ആവാതെ നമ്മുടെ ശരീരത്തിൽ ആ പുരുഷൻ്റെ, രാവണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ആത്മഭാവം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് അതിലെ വെല്ലുവിളി. അതിന് ആ കഥാപാത്രമാകണം മനസ്സുകൊണ്ട് കഥാപാത്രം ആവണമെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് സദാസമയം പുരുഷനായി ഇരിക്കുക എന്നുള്ളതല്ല. രാവണനെ നമ്മൾ കാണുന്ന വെറും പുരുഷനല്ല. രാവണൻ ഒരു വെറും പുരുഷനല്ല. രാവണൻ ഒരു പുരുഷനല്ല. സ്നേഹിക്കുന്ന, നന്മയുള്ള, തൻ്റെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയും ഏറ്റവും അവസാനം മാത്രം തനിക്ക് വേണ്ടി, അങ്ങനെയുള്ളൊരു രാവണനെയാണ് ഈ നാടകത്തിൽ, സിയൻ്റെ നാടകത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ നമുക്ക് സങ്കല്പിക്കാം, അതിൽ കൂടുതൽ നന്മകളെ നമുക്ക് ആരോപിക്കാം രാവണനിൽ. പക്ഷേ
ആ രാവണന് ഒരു സ്ത്രീലമ്പടൻ്റെ എന്താ പൗരുഷഭാവമല്ല. അവിടെ സീതയെ അടിമുടി നോക്കി മാർക്കിടുന്ന രാവണനല്ല. സീതയെ രാവണൻ അങ്ങനെ നോക്കിയിട്ടേയില്ല. ആരാധന അങ്ങനെയുള്ള രാവണന്മാരുണ്ടോ നമുക്ക് ചുറ്റും? ഉണ്ടോ? അങ്ങനെയുള്ളൊരു പുരുഷനുണ്ടോ? ഉണ്ടാവണം, ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പുരുഷനെ നമ്മൾ ഒരു നർത്തകിയെ രൂപീകരിക്കുന്നതിൽ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ, അതുപോലെ തന്നെ പ്രകൃതിയുടെ ഇടപെടലുകൾ എത്രത്തോളം അത്യന്താപേക്ഷിതമാണ്? സാങ്കേതികപരമായി ഒരു നർത്തകിയായി തീർന്ന ആൾക്ക് ഒരു കലാകാരിയിലേക്കുള്ള വളർച്ചയിലാണ് സമൂഹത്തിൻ്റെ പങ്ക്. വാസ്തവത്തിൽ നർത്തകിയാവാൻ എളുപ്പം, കലാകാരി ആവുമ്പോഴേക്കും അതിൽ നമ്മുടെ ഒരുപാട് ഇടപെടലുകളും കാഴ്ചകളും പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം നമ്മളെ സ്വാധീനിച്ചു തുടങ്ങും. അപ്പം അതിന് ഇന്നത്തെ കാലത്ത് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ വളരെ പ്രധാനമാണ്. കലയുടെ വളർച്ചയ്ക്കും ഇത് വളരെ അത്യന്താപേക്ഷിതമായിട്ട് വരുന്നു. അതേസമയം കലയെ ഒന്ന് പകച്ചു നിൽക്കാനും നമ്മളെ ചിലപ്പോൾ ഇത് പ്രേരിപ്പിക്കും. ഈ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ പുതിയ പുതിയ വെല്ലുവിളികളെ സമൂഹം തന്നുകൊണ്ടേയിരിക്കും. അതിനെല്ലാത്തിനും കലാകാരി അതിജീവിക്കാൻ ബാധ്യസ്ഥയാണ്. ഇങ്ങനെ അതിജീവിക്കലുകളിലൂടെയാണ് കലാകാരി മുന്നോട്ട് പോകുന്നത്. കുറച്ച് സമയമെങ്കിലും കലാകാരി അവനവൻ്റെ ലോകത്തിരിക്കണം. എപ്പോഴും ഇടപെട്ടുകൊണ്ടും എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടും. ഇപ്പോൾ ചിലർ ചോദിക്കാറില്ലേ, ഒരു സംഭവം നമുക്ക് വലിയൊരു കാര്യം ഉണ്ടായി നമ്മുടെ നാട്ടിൽ, ഉടനെ ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അതിനോട് പ്രതികരിക്കണ്ടേ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പ്രതികരിച്ചാൽ മതി. എന്ത് നിർബന്ധം അല്ലേ? ഒരു കലാകാരി അവനവൻ്റെ ലോകത്തിരിക്കുകയാണെങ്കിൽ പ്രതികരിക്കണമെന്നില്ല. അല്ല, പ്രതികരിക്കുന്ന വാക്കിലൂടെ ആവണമെന്നുണ്ടോ? നമ്മുടെ പ്രതികരണം വരുന്ന പിന്നെ എപ്പോഴെങ്കിലും ആവാം, നമ്മുടെ കലയിലൂടെ ആവാം. നമ്മുടെ ഭാഷ അതാണെങ്കിൽ അതിലൂടെ പ്രതികരിച്ചാൽ പോരെ. അപ്പോൾ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ പ്രധാനമാണ്. പക്ഷേ ഇടപെടലുകളെ നമ്മൾ ഏത് തലം വരെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കലയെ വളർത്തുകയും തളർത്തുകയും ചെയ്യാം. സ്ത്രീക്ക് മുമ്പ് ഈ സമൂഹം ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. തീർച്ചയായും. ആ അതിർത്തി എങ്ങനെയാണ് ഓവർകം ചെയ്യുക? നമ്മുടെ അതിർത്തികൾ നമുക്ക് സൃഷ്ടിക്കാം. എളുപ്പമല്ല. ഇതിപ്പം ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം എനിക്കിത് പറയാമെങ്കിലും സമൂഹം നമ്മുടെ അതിർത്തി ഇങ്ങനെ എപ്പോഴും അടുപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളിലേക്ക്. അങ്ങനെ നമ്മളിങ്ങനെ ഒരു ചെറിയ വട്ടത്തിനകത്താവും. ഒരു കലാകാരിക്ക് കുടുംബജീവിതം ബുദ്ധിമുട്ടാണ്. ഒന്നും ബുദ്ധിമുട്ടല്ല. ഇതെല്ലാം നമ്മുടെ കലയ്ക്ക് പോഷണമാണെങ്കിൽ ഇതൊന്നും ബുദ്ധിമുട്ടല്ല. ഇത് നമ്മളെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും കലാകാരി എന്നുള്ള നിലയ്ക്കും നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ എതിർത്താൽ മതി. അല്ലെങ്കിൽ എന്തിനാ എതിർക്കുന്ന ആവശ്യമില്ല. ഈ ജീവിതാനുഭവങ്ങളും കൂട്ടായ്മകളും സ്നേഹത്തോടെയുള്ള ഇടപെടലുകളും കലയ്ക്ക് വേണം. പക്ഷേ ആ ഇടപെടലുകൾ നമുക്ക് അതിർത്തികൾ കാണിച്ചു തരുന്നതാവരുത്. നമ്മുടെ ഭാവനകളെ തളച്ചിടുന്നതാവരുത്. സമൂഹത്തിനെ ബോധ്യപ്പെടുത്തലോ ഒരു സമൂഹത്തിൻ്റെ കണ്ണിലെ സോ കോൾഡ് ഒരു ഇമേജോ ഒന്നുമല്ല. അതിനപ്പുറം ഞാനെന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും ഈ ഭൂമിയിൽ ഈ ജീവിക്കുന്ന നിമിഷങ്ങളെ സാർത്ഥകമാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലിയെന്നും ഉള്ള തിരിച്ചറിവ് നമുക്കൊരു
ആ ഒരു തരം സ്പിരിച്വൽ ഡിസിപ്ലിൻ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നേട്ടങ്ങൾ, കലാകാരിയുടെ സ്വസ്ഥത എപ്പോൾ പോകുന്നു എന്നറിയോ? അവനവൻ്റെ നേടലുകൾ അവനവൻ്റെ കഴിവിനനുസരിച്ചല്ലാതാകുമ്പോഴാണ്. നമ്മുടെ കഴിവിനനുസരിച്ചുള്ളതെല്ലാം വന്നോളും. കഴിവിനപ്പുറം ഉള്ളതാണ് നേടലുകൾ. നേടലുകൾക്ക് ഉള്ള വഴി എപ്പോഴും കുറുക്കു വഴികളായിരിക്കും. ആ വഴി ചൂസ് ചെയ്യാതിരുന്നാൽ മതി. വിവാഹമോചനം എന്ന് പറയുന്നത് പലർക്കും ഒരു അവസാനമാണ്. എനിക്കതൊരു തുടക്കമായിരുന്നു. തുടക്കമായിരുന്നു എന്ന് വെച്ചാൽ അതെന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയമാണ്. ആ ഒരു തലത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ വിവാഹമോചനത്തിനെ ആഘോഷിക്കുന്ന ഒരാളല്ല. എല്ലാത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കലാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പക്ഷേ നമ്മളാക്കി നിലനിർത്താത്ത ബന്ധങ്ങൾ നമുക്ക് വേണ്ടെന്നേ ഉള്ളൂ. താൻ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് തുടങ്ങുമ്പോൾ ചിലതിൽ നിന്ന് നമ്മൾ അകന്നേക്കാം. അങ്ങനെ ഒരു അറിഞ്ഞു തുടങ്ങലായിരുന്നു. എന്നെ കണ്ടെത്തൽ എന്നുള്ള ഒരു പ്രക്രിയ ഒരുപക്ഷെ തുടങ്ങിയത് അതിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മോചനം എന്ന് പറയുന്നതിനെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കാമെങ്കിൽ ഒരാത്മസ്വാതന്ത്ര്യം എനിക്ക് ആ നിമിഷം തൊട്ട് ഉണ്ടായിരുന്നു എന്ന് പറയണം. ഒരു സ്ത്രീക്ക് ഒരു തനിക്ക് ചേർന്ന് പോകാൻ പറ്റാത്തൊരു വിവാഹത്തിൽ നിന്ന് പുറത്ത് വരൽ എളുപ്പമാണ്. പുറത്ത് നമ്മൾ നേരിടേണ്ടി വരുന്നൊരു സമൂഹമുണ്ടല്ലോ, അത് അവിടെയാണ് നമ്മൾ സ്ത്രീയാണെന്നുള്ള നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെ കൊച്ചിലെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നത് നമ്മൾ ഇൻഡിവിജ്വലാക്കിയാണ്. വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ട്രെയ്റ്റ് നമ്മളിലുണ്ടാവും. എന്നിട്ട് ഇതേ സമൂഹം നമ്മളോട് പറയും, നിങ്ങൾ ഇൻഡിവിജ്വൽ അല്ല, നിങ്ങൾ ഈ സമൂഹത്തിനോട് മാത്രം ചേർന്ന് നിൽക്കണം, സമൂഹം പറയുന്നതാണ് നിങ്ങളുടെ ശരി എന്ന് പറയും. അപ്പോൾ അതല്ല, ഞാനൊരു ഇൻഡിവിജ്വലാണ്, എനിക്കിങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് ഒരു സ്ത്രീക്ക് പറയാൻ പറ്റൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടുകൾ ശീലമാവും പിന്നെ. എന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് നമ്മളെ എന്താ പറയണ്ടേ, നമ്മളെ വളർത്തിയവരോട് നമ്മൾ നന്ദി പറയണം. കാരണം ആ ധൈര്യം ഉണ്ടായാൽ, ധൈര്യം എന്ന് പറയുന്നത് എതിർക്കലല്ല, നമ്മളാണെന്ന് പറയലാണ്. നമ്മൾ ഇന്നതാണ്, അത് എത്ര കുഴപ്പം പിടിച്ചതായിക്കോട്ടെ. കുഴപ്പം എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടിൻ്റെ അല്ലേ? ചിലർക്ക് കുഴപ്പമാകുന്ന ചിലർക്ക് കുഴപ്പമല്ല. അപ്പോൾ ഞാൻ ഇന്നതാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിക്കാൻ എളുപ്പമല്ല, പക്ഷേ നമ്മുടെ ശരികൾ എന്ന് പറയുന്നത് വേറെ ഒന്നിനെയും നിഷേധിക്കലല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ സൊസൈറ്റിയെ കൺവിൻസ് ചെയ്യാൻ പാടുപെടണം. ഒരു നേട്ടവും നമ്മുടെ കഴിവിനപ്പുറമുള്ളതാകരുത്. കഴിവിനനുസരിച്ചുള്ള നേട്ടങ്ങൾ കാലം കൊണ്ടേ വരുള്ളൂ. ഒരു ദിവസം കൊണ്ട് നിങ്ങളെ സൊസൈറ്റി അംഗീകരിക്കില്ല. ഇറ്റ് ടേക്സ് സോ മെനി ഇയേഴ്സ്. സ്വന്തമായിട്ട് അഭിപ്രായവും ഒരു വ്യക്തിത്വവുമുള്ള സ്ത്രീ പലതരത്തിലുള്ള സൗഹൃദങ്ങളും ഉണ്ടാവും. പക്ഷെ വിവാഹമോചിതയാവുന്നതോടുകൂടി ഈ സൗഹൃദങ്ങൾ വരെ സമൂഹം നോക്കിക്കാണുന്നത് ഇതിൽ സമൂഹമല്ല സുരി. എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം ഒരു മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിനെയാണ് പറയുന്നത്. ഇപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞ പോലെ സുഹൃത്ത് എന്നുള്ളതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? കൂടെ കൊണ്ട് നടക്കുന്ന ശത്രു. അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെയല്ല, എല്ലാ അവസ്ഥകളിലും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞു വന്ന കോണ്ടെക്സ്റ്റിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കേ നമ്മളെ വേദനിപ്പിക്കാനും തളർത്താനും പറ്റും. ഇപ്പോൾ ഒരാൾ എന്നോട് വന്ന് സംസാരിച്ചു, അയാൾ എന്ത് സംസാരിച്ചു എന്ന് അയാൾക്കും എനിക്ക് മാത്രമേ അറിയാവൂ. അയാൾ മാറിച്ചെന്ന് നിന്ന് ഇവരെന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് സമൂഹത്തിൻ്റെ സത്യം. അപ്പോൾ അതിൽ സമൂഹമാണോ കുറ്റക്കാരൻ? സമൂഹമാണോ അതിൽ കുറ്റവാളി? അല്ല. നമ്മളോട് സംസാരിക്കാൻ നമ്മൾ അവസരം കൊടുത്ത നമ്മുടെ അടുത്ത് നിന്ന ഒരു വ്യക്തിയാണ്. അവിടെ സമൂഹത്തിന് കുഴപ്പം. ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പല മാധ്യമങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ കാലം എന്നുള്ളതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്ക് എന്താ പറയണ്ടേ, പുരുഷൻ സ്ത്രീയോട് ഇടപെടുന്നതിൽ പുറത്ത് കാണുന്ന ഒരു എന്താ പറയണ്ടേ സൊഫിസ്റ്റിക്കേഷനേ ഉള്ളൂ. വളരെ പ്രാകൃതമായാണ് മനസ്സുകൊണ്ട് പുരുഷൻ സ്ത്രീയെ കാണുന്നത്. അവിടെ വെറും ഒബ്ജക്റ്റാണ്. സംസാരിക്കും, വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പുരുഷൻ
അവനവൻ്റെ ചിന്തയ്ക്ക് ഇണങ്ങുന്നതല്ല ഒരു സ്ത്രീയുടെ പ്രതികരണമെന്ന് മനസ്സിലാക്കുന്ന നിമിഷം ശത്രുപക്ഷത്തെങ്ങനെയാവും? ശത്രുപക്ഷത്തായ പുരുഷൻ അവൻ്റെ ചുറ്റുമുള്ളൊരു സമൂഹത്തിനെ ഈ സ്ത്രീയുടെ ശത്രുക്കളാക്കി മാറ്റും. ഇങ്ങനെയാണ് ശത്രു സമൂഹങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ കൂടുതലും. പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നൃത്തത്തിന്റെ പുതിയ ഭാവുകത്വങ്ങൾ രൂപപ്പെടുത്തുകയാണ് രാജശ്രീ വാര്യർ. സിനിമയുടെയും സാഹിത്യത്തിന്റെയും വ്യാകരണങ്ങൾ മാറിയതുപോലെ നൃത്തത്തിലും സംഭവിക്കുന്നു. കല കാലത്തെ ഉൾക്കൊള്ളുകയാണ് രാജശ്രീ വാര്യരുടെ നൃത്തരൂപങ്ങളിലൂടെ. സിനിമയിലെ പുതിയ നൃത്തരൂപങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സിനിമ കാണാൻ ഇഷ്ടമാണ്. നൃത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈജയന്തിമാലയുടെ പഴയകാലത്തെ നൃത്തം, അതൊക്കെ വളരെ ശാസ്ത്രീയ നൃത്തം തന്നെയായിരുന്നു സിനിമയിൽ. അതേസമയം മധുമതിയിലൊക്കെ അവർ വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള നാടൻ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടമാണ്. പിന്നെ മാധുരി ദീക്ഷിത് എന്തൊരു നല്ല ഡാൻസറാണ് അവർ. അപ്പോൾ അതൊരു ക്ലാസിക്കൽ എന്നുള്ളതല്ല, അതിനപ്പുറം ആ നൃത്തത്തിൻ്റെ ഒരു എസ്തെറ്റിക്സ് അത് ആസ്വദിക്കാൻ എനിക്കിഷ്ടമാണ്. ഋത്തിക് റോഷൻ്റെ ഒരു കൃഷിയിലെ ഒരു നൃത്തം, അത് ഹൈലി എനർജറ്റിക്കാണ്. അപ്പോൾ ഒരു സമയം ഒരു വളരെ ഇങ്ങനെ ബ്ലാങ്കായിട്ട് പുതിയൊരു കാര്യത്തിനെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ഇൻസ്പിറേഷനും ഇല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ഇത് കാണാനൊരു അവസരം ഉണ്ടായത്. ആ ഒരു എനർജി എന്നെ ശരിക്കും സ്വാധീനിച്ചു. ആ നൃത്തത്തിനൊക്കെ അപ്പുറം ഒന്നിലുള്ള ആ ഇൻവോൾവ്മെൻറ്റും അത് നമ്മളിലുണ്ടാക്കുന്ന ഒരു ഇഫക്റ്റും അത് ഒരു കൊറിയോഗ്രാഫിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ സ്വാധീനിക്കാം. ആ അത്ഭുതങ്ങൾക്കുള്ളൊരു സ്പേസ് നമ്മുടെ ഉള്ളിൽ ഇട്ടേക്കുക. ഫോർ എക്സാമ്പിൾ റോജർ ഫെഡററും റഫേൽ നഡാലും എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നഡാലിൻ്റെ ഒരു വളരെ റോ ആയിട്ടുള്ള ഒരു പ്ലേയിങ് ടെക്നീക്കാണ്. ഫെഡററിൻ്റെ അങ്ങനെയല്ല, വളരെ റിഫൈൻഡാണത്. അതിൻ്റേതായ ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. ആ എസ്തെറ്റിക്സാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ ഒരു ഗെയിം എന്നുള്ള നിലയ്ക്ക് ടെന്നീസിനെ വാച്ച് ചെയ്യുന്നതിനപ്പുറം അതിലെ എസ്തെറ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫെഡറർ അല്ലാതെ വേറൊരു കളിക്കാരൻ അങ്ങനെ ഒരു ലെവൽ വരെ ജോക്കോവിച്ച് ഇന്നത്തെ നമ്പർ 1. പക്ഷേ അഗെയിൻ ഫെഡററിൻ്റെ ഒരു ഇറ്റ്സ് ലൈക്ക് എന്താ പറയണ്ടേ, നമ്മളൊരു ബാലെ കാണുന്ന പോലെയോ അത്രയും സ്ട്രക്ചേർഡ് ഒരു ഹാർമണി നമ്മൾ കേൾക്കുന്നത് പോലെയോ ഒക്കെ ഉള്ളതൊരു തരം പ്രിസിഷൻ അതിനുണ്ട്, ബ്യൂട്ടി. അപ്പോൾ ഈവൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരുന്നത് നമ്മൾ നോക്കണം പത്രങ്ങളിൽ, അത്രയൊരു പെർഫെക്ഷൻ കാണും അതിന്. പണ്ട് CV ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വെറ്ററൻ ഒരു നൃത്ത ഗുരുവുണ്ട്. അദ്ദേഹം പെർഫോമറുമാണ്. ഇപ്പോൾ 75-76 വയസ്സായിട്ടുണ്ടാവും, ഇപ്പോഴും അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞാണ്, നമുക്കൊരിക്കലും എടുത്ത ഫോട്ടോഗ്രാഫറിനെയോ ക്യാമറയോ അല്ലെങ്കിൽ ആംഗിളിനെയോ ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. നർത്തകരെ എല്ലാ ആംഗിളിലും പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ റോജർ ഫെഡററിനെ ഞാൻ കാണുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ഇത്ര ഭംഗിയാകുന്നത്? അദ്ദേഹം അത്ര ഒരു പെർഫെക്റ്റ് പ്ലെയറാണ്. ബഹളം വയ്ക്കില്ല കോർട്ടിൽ, ഹൈലി ഡിസിപ്ലിൻഡാണ്. ഓരോ മൂവ്മെൻറ്റും വളരെ കമ്പോസ്ഡാണ്. ചാടുക അങ്ങനെയൊന്നും നമ്മൾ കാണുകയില്ല. അപ്പം വളരെ മെഷേർഡാണ് മൂവ്മെൻറ്റ്സൊക്കെ. അതുകൊണ്ട് ഫെഡററിനപ്പുറം ഉള്ളൊരു ടെന്നീസ് എനിക്ക് തോന്നുന്നു ഫെഡറർ ഇപ്പോൾ വളരെ ഓരോ ഏജിനനുസരിച്ച് കുറഞ്ഞു വരുമല്ലോ അവരുടെ പാർട്ടിസിപ്പേഷൻ. സ്പോർട്സിൽ അങ്ങനെയല്ലേ. അപ്പോൾ എൻ്റെ കാഴ്ചയും കുറയുന്നുണ്ട് ടെന്നീസ്. അതോടുകൂടി എനിക്കൊന്ന് ഫെഡറർ കളി നിർത്തുന്ന സമയത്ത് ടെന്നീസ് കാണാൻ നിർത്തുമെന്തോ അറിഞ്ഞൂടാ. വളരെയധികം നന്ദി പെൻഡ്രൈവിനോട് ഇത്രയും നേരം സംസാരിച്ചതിന്. അടുത്തയാഴ്ച പെൻഡ്രൈവിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. നല്ല കല്ലു